ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും പിന്തുടരുന്ന ജനപ്രിയവും മനോഹരമായ ഹെയർ സ്റ്റൈലിംഗ് ടെക്നിക്കാണ് ട്വിസ്റ്റിംഗ്. ലക്ഷ്യങ്ങൾ: ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നവ ചെയ്യാനാകും. ട്വിസ്റ്റിംഗ് ശൈലികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. പോണി ടെയിൽ ട്വിസ്റ്റിംഗ് സ്റ്റൈൽ ചെയ്യുക, അതുപോലെ സൈഡ് ട്വിസ്റ്റിംഗും സ്റ്റൈലും ചെയ്യുക. വിവിധ ട്വിസ്റ്റിംഗ് സ്റ്റൈലുകളുടെ നടപടിക്രമത്തിന് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് അവ: സ്റ്റൈലിംഗ് ചെയർ, ടെയിൽ കോമ്പ് അഥവാ സ്റ്റൈൽ കോമ്പ്, സെറ്റിംഗ് ക്ലിപ്പുകൾ, സ്റ്റൈലിംഗ് ലോഷൻ അല്ലെങ്കിൽ ജെൽ, ഹെയർ സ്പ്രേ, ബോബ് പിന്നുകൾ അഥവാ ജൂറ പിന്നുകൾ, ഹെയർ ആക്സസറികൾ, കൂടാതെ റബ്ബർ ബാൻഡ്. അണുബാധ തടയുന്നതിനായി എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടിക്രമത്തിനു മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ കഴുകി ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ച് ഉണക്കുക. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും ഒരു ട്രോളിയിൽ ക്രമീകരിക്കുക. അവ എടുക്കുന്നതിനായുള്ള സൗകര്യത്തിനായി ട്രോളി സ്റ്റൈലിംഗ് ചെയറിനടുത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ട്വിസ്റ്റിംഗ് സ്റ്റൈലുകളുടെ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. ഘട്ടം 1: ഒരു പോണി ടെയിൽ സൃഷ്ടിക്കുക. ഘട്ടം 2: അതിൽ നിന്നും ഒരു ഭാഗം പകുത്തെടുത്ത് പോണി ടെയിലിന്റെ അറ്റത്ത് നിന്ന് ചുരുട്ടുക. ഘട്ടം 3: ഇതേപോലെ മുടിയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളും ചുരുട്ടുക. ഘട്ടം 4: സ്റ്റൈലിന് ഒരു ബേസ് സൃഷ്ടിക്കുക. ഘട്ടം 5: മുടിയുടെ ഉൾഭാഗങ്ങളും ചുരുട്ടുക. ഘട്ടം 6: പ്രക്രിയ പൂർത്തിയാക്കാൻ പിന്നുകളും ഹെയർ സ്പ്രേയും ഉപയോഗിക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് മുടി പോണിടെയിലാക്കി ആരംഭിക്കുക. ഇത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ട്വിസ്റ്റുകൾക്ക് അടിസ്ഥാനമായി നിൽക്കും. ട്വിസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നിടം വരേക്ക് പോണിടെയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പോണിടെയിൽ തയ്യാറായിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് കെട്ടുക. പോണിടെയിലിന് മുകളിൽ ഒരു ഹെയർ ഡോനറ്റ് ഉപയോഗിക്കുക. ഇനി പോണിടെയിലിന്റെ മുകളിൽ നിന്ന് മുടിയുടെ ഒരു ചെറിയ ഭാഗം പകുത്ത് എടുക്കുക. ഇത് വിപരീത ഘടികാരദിശയിൽ, അതായത് കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ഇത് ഈ സ്റ്റൈലിന് സവിശേഷ സൗന്ദര്യം നൽകുന്നു. മുടി ട്വിസ്റ്റിംഗ് തുടരുമ്പോൾ നിങ്ങളുടെ കൈകൾ മാറി മാറി ഉപയോഗിച്ച് മുടിയിഴകളെ എതിർദിശയിലേക്ക് തിരിക്കുക. ഈ ടെക്നിക്ക് ട്വിസ്റ്റുകൾക്ക് സങ്കീർണതയും ഭംഗിയും നൽകുന്നു. ട്വിസ്റ്റ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അത് ഹെയർ ഡോനറ്റിൽ സ്ഥാപിച്ച് യു പിന്നുകൾ ഉപയോഗിച്ച് പിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ദിവസം മുഴുവൻ ഈ ട്വിസ്റ്റുകൾ ഇളകാതെയിരിക്കും എന്നത് ഉറപ്പാക്കുന്നു. ഇതേ ട്വിസ്റ്റിംഗ് ടെക്നിക്ക് പോണിടെയിലിന് ചുറ്റുമുള്ള മുടിയുടെ ബാക്കി ഭാഗങ്ങളിലും പ്രയോഗിക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ മുടിയിഴകൾ കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ, അതായത് ക്ലോക്കിന്റെ സൂചി ചലിക്കുന്നതിന്റെ എതിർദിശയിൽ ട്വിസ്റ്റ് ചെയ്യാൻ ഓർമ്മിക്കുക. ഇങ്ങനെ ഒരേ ദിശയിൽ ചെയ്യുമ്പോൾ അവ നന്നായി ചേർച്ചയുള്ളതും തിളക്കമുള്ളതുമായി കാണപ്പെടും. സ്റ്റൈലിന് ഒരു അടിസ്ഥാനമുണ്ടാക്കാൻ ശേഷിക്കുന്ന മുടിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുക്കുക. അതായത് എതിർ ഘടികാര ദിശയിൽ ട്വിസ്റ്റ് ചെയ്ത് യു പിന്നുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഹെയർ സ്റ്റൈലിന് മൊത്തത്തിൽ വലിപ്പം തോന്നിക്കുകയും സ്ഥിരത നൽകുകയും ചെയ്യുന്നു. ഇതേ ടെക്നിക്ക് നിങ്ങളുടെ മുടിയുടെ ശേഷിക്കുന്ന ഉൾഭാഗങ്ങളിലും പ്രയോഗിക്കുക. ഓരോ ഭാഗവും കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അഥവാ എതിർ ഘടികാര ദിശയിൽ ട്വിസ്റ്റ് ചെയ്ത് യു പിന്നുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുടിയുടെ ഓരോ ഭാഗങ്ങളും മൊത്തത്തിലുള്ള സ്റ്റൈൽ സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സ്റ്റൈലിന്റെ മൊത്തത്തിലുള്ള രൂപം സന്തുലിതമാക്കാനും മെച്ചപ്പെടുത്താനും നീളമുള്ള ഹെയർ പിന്നുകൾ ഉപയോഗിക്കുക. ട്വിസ്റ്റുകൾ ഉറച്ചിരിക്കുന്ന വിധത്തിൽ യുക്തിപൂർവം ഹെയർ പിന്നുകൾ തിരുകുക. കൂടാതെ കൂടുതൽ ഉറപ്പ് കിട്ടുന്നതിനും ഹെയർ സ്റ്റൈലിന്റെ ഭംഗി
കൂടുതൽ നേരം നിലനിൽക്കുന്നതിനും മിതമായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. ഈ ഫിനിഷിംഗ് ടച്ചുകൾ മുടിക്ക് മിനുസമുള്ളതും പ്രൊഫഷണലുമായ രൂപം നൽകുകയും നിങ്ങളുടെ ട്വിസ്റ്റുകൾ മികച്ചതാക്കുകയും ചെയ്യുന്നു. അവസാനമായി, സ്റ്റൈലിംഗ് പ്രക്രിയയ്ക്കിടയിൽ ഉപയോഗിച്ച അധികമുള്ള പിന്നുകൾ നീക്കം ചെയ്യുക. അതോടെ നിങ്ങൾ ചെയ്ത ഹെയർ സ്റ്റൈലിന്റെ മുഴുവൻ സൗന്ദര്യവും വെളിപ്പെടുത്തിക്കൊണ്ട് ട്വിസ്റ്റുകൾ തെളിഞ്ഞു കാണപ്പെടും. നിരന്തര പരിശീലനവും പരീക്ഷണങ്ങളും ഈ ട്വിസ്റ്റിംഗ് ടെക്നിക്കിൽ വൈദഗ്ധ്യം നേടുന്നതിനും നിങ്ങളുടെ സ്വന്തം കയ്യൊപ്പു പതിഞ്ഞ വ്യത്യസ്ത ടെക്നിക്കുകൾ അവതരിപ്പിക്കുന്നതിലും സഹായിക്കുമെന്ന് ഓർമ്മിക്കുക. നീളമുള്ള മുടിയുള്ള നിങ്ങളുടെ ക്ലയന്റുകളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന മറ്റൊരു ഫ്രീ ഹെയർ ട്വിസ്റ്റഡ് ഹെയർ സ്റ്റൈലാണ് അടുത്തത്. ഇനി പറയുന്നവയാണ് അതിന്റെ വിവിധ ഘട്ടങ്ങൾ. ഘട്ടം 1, മുടി ഒരുക്കുക. ഘട്ടം 2, മുടി പകുക്കുക. ഘട്ടം 3, വലിയ ഭാഗം ട്വിസ്റ്റ് ചെയ്യുക. ഘട്ടം 4, ചെറിയ ഭാഗം ട്വിസ്റ്റ് ചെയ്യുക. ഘട്ടം 5, ഹെയർ സ്പ്രേ ഉപയോഗിച്ച് സ്റ്റൈലിംഗ് പൂർത്തിയാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. ഹെയർ സ്റ്റൈലിന് ഭംഗിയും മിനുസവുമുള്ളതായ രൂപം ലഭിക്കാൻ മുടി വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിരിക്കണം. തലമുടി മൃദുവായി ബ്രഷ് ചെയ്ത് കുരുക്കുകളോ കെട്ടുകളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. ഇത് ട്വിസ്റ്റിംഗ് പ്രക്രിയയ്ക്ക് യോജിച്ച രീതിയിൽ മുടി മിനുസമുള്ളതാണെന്ന് ഉറപ്പാക്കുന്നു. ഇത് ചെയ്യുമ്പോൾ ക്ലയന്റിന് അസ്വസ്ഥതയുണ്ടാകാതിരിക്കാൻ മൃദുവായ രോമങ്ങളുള്ള ബ്രഷ് ഉപയോഗിക്കുക. അടുത്തതായി, നെറ്റിയുടെ ഇടതുഭാഗത്തുള്ള മുടി ഒരു ചീപ്പ് ഉപയോഗിച്ച് ചെറുതും വലുതുമായുള്ള പ്രത്യേക ഭാഗങ്ങളായി വിഭജിക്കുക. ഇപ്രകാരം വിഭജിച്ചു കഴിഞ്ഞാൽ വലിയ ഭാഗത്തിന്റെ തുടക്കത്തിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് നിങ്ങളുടെ വിരലുകൾക്കിടയിൽ സുരക്ഷിതമായി പിടിക്കുക. ഇത് ട്വിസ്റ്റിംഗ് പ്രക്രിയയിൽ നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്നു. അതേ ഭാഗത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള കുറച്ച് മുടി കൂടി തിരഞ്ഞെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന മുടികൾക്കൊപ്പം ട്വിസ്റ്റ് ചെയ്യുക. ഇത് മുടിക്ക് ഭംഗിയുള്ള ഇഴചേർന്ന രൂപം നൽകുന്നു. ഒരു സമയം ഒരു മുടിയിഴ എടുത്ത് നിലവിലുള്ള ട്വിസ്റ്റുകൾക്ക് മുകളിൽ മനോഹരമായി ചെറിയ ഭാഗത്തിന്റെ അവസാനം എത്തുന്നതുവരെ ഭംഗിയായി ട്വിസ്റ്റ് ചെയ്ത് ചേർക്കുന്ന ഈ ട്വിസ്റ്റിംഗ് ടെക്നിക് തുടരുക. സൂക്ഷ്മമായ ഈ പ്രക്രിയ പതിയെ പതിയെ ഓരോ മുടിയിഴകളും സുഗമമായി സംയോജിച്ച ഒരു ട്വിസ്റ്റഡ് ഹെയർ സ്റ്റൈൽ ആയിത്തീരുന്നു. നിങ്ങൾ വലിയ ഭാഗത്തിന്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ മുടി ഒന്നിലധികം ട്വിസ്റ്റ് ചെയ്യുക. ഇത് മുടി നന്നായി ടൈറ്റ് ചെയ്യുന്നതിനും മുടിയിൽ നല്ല പിടുത്തം കിട്ടാനും സഹായകമാണ്. ട്വിസ്റ്റ് കൃത്യമായ സ്ഥലത്ത് നിലനിർത്താനായി ഇടതുവശത്ത് ഒരു ഹെയർ ക്ലിപ്പ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. ചുറ്റുമുള്ള മുടിയുപയോഗിച്ച് ഈ ക്ലിപ്പ് സമർത്ഥമായി മറയ്ക്കുക. മുടിയുടെ ചെറിയ ഭാഗങ്ങളിലും ഇതേ ട്വിസ്റ്റിംഗ് ടെക്നിക് ആവർത്തിക്കുക. സമതുലിതവും ചേർന്നു നിൽക്കുന്നതുമായ പ്രതീതി സൃഷ്ടിക്കുന്നതിന് അളവിലുള്ള ഈ തുല്യത ഹെയർ സ്റ്റൈലിനെ മൊത്തത്തിൽ സുന്ദരമാക്കുന്നു. മുടിയുടെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ മുടി ഒന്നിലധികം തവണ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് സുരക്ഷിതമാക്കുക. വലതുവശത്ത് ഒരു ഹെയർ ക്ലിപ്പ് ഉപയോഗിച്ച് ട്വിസ്റ്റ് സുരക്ഷിതമാക്കുക. ഈ ക്ലിപ്പ് മറയ്ക്കാൻ ആ ഭാഗത്ത് ശേഷിക്കുന്ന മുടികൾ ഉപയോഗിക്കുക. കൂടുതൽ ഉറപ്പ് കിട്ടുന്നതിനും ഹെയർ സ്റ്റൈലിന്റെ ഭംഗി കൂടുതൽ നേരം നിലനിൽക്കുന്നതിനും അനുയോജ്യമായ ഹെയർ സ്പ്രേ ഉപയോഗിക്കുക. ഇപ്രകാരം ലഘുവായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുന്നതിലൂടെ ഹെയർ സ്റ്റൈലിന് കൂടുതൽ ഉറപ്പും മൊത്തത്തിലുള്ള ഭംഗിയും വർദ്ധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പാർട്ടികൾക്കും അതുപോലുള്ള പ്രത്യേക സന്ദർഭങ്ങൾക്കും അനുയോജ്യമായ ലളിതവും എന്നാൽ ആകർഷകവുമായ ട്വിസ്റ്റഡ് ഹെയർ സ്റ്റൈൽ നിർമ്മിച്ചു. മനോഹരവും അതുല്യവുമായ ഒരു ട്വിസ്റ്റഡ് ഹെയർ സ്റ്റൈൽ സൃഷ്ടിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ കഴിവിനെയും സർഗാത്മകതയെയും എടുത്തു കാണിക്കുന്നു. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിന്നും നിങ്ങൾ ട്വിസ്റ്റിംഗ് ശൈലികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും
പോണിടെയിൽ ട്വിസ്റ്റിംഗ് ശൈലിയുടെ നടപടിക്രമം, കൂടാതെ ബൈറ്റ് ടെസ്റ്റിംഗ് ശൈലിയുടെ നടപടിക്രമം എന്നിവ പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.